പലതരത്തിലെ ആളുകൾ മണ്ടത്തരം കാണിക്കുന്നത് കേട്ടിട്ടുണ്ട്. ദേ ഇതിപ്പോൾ ഒരു ആന മണ്ടത്തരം കാണിച്ചിരിക്കുകയാണ്. ആരാണെന്നറിയാമോ? നമ്മുടെ ഡോക്ടർ രജിത് കുമാർ സാറ്. അദ്ദേഹം വന്നിട്ട് ഒരു ചാനലിൽ വന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന് പറഞ്ഞു വന്ന കാര്യങ്ങളൊന്നും അതുപോലെയൊന്നും പറയുന്നില്ല. എന്തൊക്കെയോ കഴിവുകളൊക്കെ വന്നു, എന്തൊക്കെയോ ആർജിച്ചെടുത്തു, അതിനുശേഷം എന്തൊക്കെയോ അദ്ദേഹം അറസ്റ്റ് ചെയ്തു വെച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം സ്വയം ഷണ്ടനായി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇനി ആരായാലും പറയുന്ന ഡോക്ടറെ അടുത്ത് തന്നെ അദ്ദേഹം വരാൻ തയ്യാറാണത്രേ. അദ്ദേഹത്തിൻ്റെ ഷണ്ടത്തരം തെളിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ പറയുന്ന ഇൻ്റർവ്യൂ ചെയ്ത സുമേഷ് എന്ന് പറയുന്ന വ്യക്തി പറയുന്ന ഡോക്ടറെ അടുത്തേക്ക് വരാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഏതൊക്കെയോ ഫിലിമുകളൊക്കെ സുമേഷിനൊപ്പം ഇരുന്ന് ജന്മവേഷത്തിൽ കാണാം, എന്നാലും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ രജിത് കുമാർ സാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അദ്ദേഹത്തിന് പെട്ടെന്ന് വട്ടായതാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇല്ല, അദ്ദേഹത്തിന് വട്ടൊന്നും ആയതല്ല, പക്ഷേ അദ്ദേഹത്തിന് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഇതിപ്പോൾ അടി കൊടുത്ത് അടി മേടിച്ചു എന്ന് പറയുന്നത് പോലെ മറ്റുള്ളവരുടെ മുന്നിൽ സ്വയം ഷണ്ടനാണ് എന്ന് അറിയിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ശരിക്കും മലർന്ന് കിടന്ന് തുപ്പുക എന്നൊക്കെ പറയുന്നതുണ്ടല്ലോ, ഇതിന് തന്നെയാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷണ്ടത്തരം അദ്ദേഹം പുറത്താക്കിയതുകൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ എന്തായാലും ഡോക്ടർ രജിത് കുമാർ എന്നുള്ളതിന് പകരം ഷണ്ടൻ രജിത് കുമാർ എന്ന് വിളിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ നാട്ടുമ്പുറം അല്ലേ, നാട്ടുമ്പുറമായാലും സിറ്റിയിലായാലും മനുഷ്യൻ്റേതായിട്ടുള്ള ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അവരേതായാലും ഏതൊരു കാര്യം കിട്ടിയാലും അതിൻ്റെ പോസിറ്റീവിനേക്കാളും നെഗറ്റീവ് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും സ്വയം ഷണ്ടനായി തീർന്ന രജിത് കുമാർ സാറിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയും കൂടി ചെയ്യുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ. അപ്പോൾ എന്തായാലും ഷണ്ടൻ രജിത് കുമാർ സാർ എന്ന് ഞാൻ വിളിക്കില്ല. അത് അദ്ദേഹത്തിന് നല്ല പ്രായമൊക്കെ ഇല്ല. അദ്ദേഹത്തിൻ്റെ പ്രായം, സ്ഥാനം, ഒരുപാട് ഡോക്ടറേറ്റൊക്കെ എടുത്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് ഒരുപാട് പരിജ്ഞാനങ്ങളും കാര്യങ്ങളും ഒക്കെയുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് എന്തോ ഷണ്ടത്തരം എങ്ങനെയോ സംഭവിച്ചു, അത് സ്വന്തമായിട്ട് എന്തൊക്കെയോ അറസ്റ്റ് ചെയ്തെടുത്തു എന്നൊക്കെയുള്ള രീതിയിലൊക്കെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ എന്തായാലും നമ്മുടെ 2025 ഏറ്റവും കോമഡി ആയിട്ടുള്ള വാർത്തയായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഷണ്ടൻ രജിത് കുമാർ സ്വയം ഷണ്ടനായി എന്ന് പറഞ്ഞ ഈ ഒരു വാർത്തയാണ്. അപ്പോൾ എല്ലാവർക്കും, ഈ വാർത്ത കേൾക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്തേ.